കെ സുധാകരൻ എം പി പങ്കെടുത്ത കൊച്ചിയിലെ തൂഫാൻ വാരിയർമാരുടെ യോഗത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഗുണ്ടാ നേതാവിനെ മദ്യപിച്ച് ബാറിൽ ആക്രമണം നടത്തിയ കേസിൽ പോലീസ് പിടികൂടി. മട്ടാഞ്ചേരി സ്വദേശി ഷിബുവാണ് അറസ്റ്റിലായത്. പത്തനംതിട്ടയിൽ വ്യാജ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും പോലീസ് വലയിലായി. ലഹരി മാഫിയയ്ക്കെതിരെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും നടത്തുന്ന സംയുക്ത ഓപ്പറേഷനിൽ വ്യാപക അറസ്റ്റ് തുടരുകയാണ്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ബാറിൽ മദ്യപിച്ച് അതിക്രമം നടത്തിയ ഗുണ്ടാ നേതാവ് മട്ടാഞ്ചേരി സ്വദേശി ഷിബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാറിലുണ്ടായിരുന്ന വയോധികനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി ചേർന്ന കെ സുധാകരൻ എം പി പങ്കെടുത്ത യോഗത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിയാണ് പിടിയിലായ ഷിബു. ഇയാൾ അക്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷിബു. എന്നാൽ കൊച്ചിയിൽ നടന്ന യോഗം എറണാകുളം DCCയും ആഭ്യന്തരമന്ത്രിയും തള്ളി. തൂഫാനുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ പോലീസാണ് വിളിക്കുകയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ യോഗം വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. അതൊക്കെ ഔദ്യോഗികമായി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞ് ഞങ്ങൾ യോഗം വിളിക്കാറുള്ളൂ. ഈ യോഗത്തെ പറ്റി എനിക്കറിയില്ല, ആര് വിളിച്ചു എന്നറിയില്ല, ആര് പങ്കെടുത്തു എന്നറിയില്ല. അതുപോലെ ഏതായാലും ആ യോഗമൊന്നും ഓപ്പറേഷൻ തൂഫാന്റെ തലയെ കെട്ടിവെക്കേണ്ട. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. പത്തനംതിട്ടയിൽ വ്യാജ ലഹരിവിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ലഹരിക്കേസിൽ പോലീസ് പിടികൂടിയത്. നാട്ടിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനെ MDMAയുമായാണ് പിടികൂടിയത്. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്നായിരുന്നു സെബാസ്റ്റ്യൻ പ്രവർത്തിച്ചിരുന്ന വ്യാജ സംഘടനയുടെ പേര്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പട്ടി പോലീസും ഡാൻസാഫും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം കോവളത്ത് 100 ഗ്രാമിലധികം MDMAയുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. തുമ്പ സ്വദേശികളായ സച്ചു, അഖിൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ എന്നിവയും ഡാൻസാഫ് സംഘം കണ്ടെത്തി. കോവളം ജംഗ്ഷനിൽ വെച്ച് കസ്റ്റഡിയിലായ യുവാക്കൾ ബംഗളൂരുവിൽ നിന്നാണ് ചില്ലറ വിൽപ്പനയ്ക്കായി ലഹരിവസ്തുക്കൾ എത്തിച്ചിരുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന്റെയും RPFന്റെയും സംയുക്ത പരിശോധന നടന്നു. ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ നടന്ന പരിശോധനയിൽ ഉപേക്ഷിച്ച നിലയിൽ 3 കിലോ കഞ്ചാവ് കണ്ടെത്തി. യാത്രക്കാരുടെ ബാഗ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. കാസർഗോഡ് നീലേശ്വരത്തും 1.8 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിലായി. കണ്ണൂർ സ്വദേശി KP ഷാനീസിനെയാണ് മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് നീലേശ്വരം SI K അജിത അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 50,000 രൂപയും 2 മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.